ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും നമ്മൾ യുദ്ധത്തിലെന്ന് എന്ന് വ്യക്തമാക്കുന്ന നീക്കങ്ങളാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങളെ തകർത്തപ്പോൾ അതിനുള്ള തിരിച്ചടിയും അതേ നിമിഷത്തിൽ ആരംഭിച്ചിരുന്നു. എങ്ങനെയൊക്കെയാണ് പാകിസ്ഥാനെ ഇന്ത്യ വരിഞ്ഞു മുറുക്കുന്നത് എന്ന് നോക്കാം. പാകിസ്ഥാന്റെ ആക്രമണത്തിന് 3 തലങ്ങളിലും, അതായത് കരസേന, നാവികസേന, വ്യോമസേന, അങ്ങനെ 3 തലങ്ങളിലും പാകിസ്ഥാനെ നമ്മൾ തിരിച്ചടി നൽകാൻ സജ്ജമായിരുന്നു. പലയിടങ്ങളിൽ ആക്രമണം നടത്തുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആകാശത്ത് ഇന്ത്യൻ പോർ വിമാനങ്ങൾ നിരന്നുവെന്നതാണ്. ഇന്ത്യൻ പോർ വിമാനങ്ങളാണ് പാകിസ്ഥാന്റെ ഒരു യുദ്ധവിമാനത്തെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ INS വിക്രാന്ത, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകളിലൊന്ന്, അത് അറബിക്കടലിൽ നിലയുറപ്പിച്ചു എന്നതാണ്. INS വിക്രാന്ത് അടക്കം 26 ഇന്ത്യൻ പടക്കപ്പലുകളാണ് പൂർണ്ണ സജ്ജരായി അറബിക്കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. അതിനർത്ഥം പാകിസ്ഥാന്റെ നാവിക കേന്ദ്രങ്ങളെല്ലാം ഇന്ത്യയുടെ പരിധിയിലെന്നാണ്. എന്ത് അതിക്രമം ഉണ്ടായാലും ഉടനടി ആ കേന്ദ്രങ്ങളെ ലക്ഷ്യം വയ്ക്കാൻ ഇന്ത്യൻ നാവികസേന സജ്ജമാണ്. ഒപ്പം തന്നെ പൂഞ്ചിലടക്കം കരസേനയുടെ ആക്രമണങ്ങൾ, അതായത് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിന് അതേ നിലയിലുള്ള തിരിച്ചടി നൽകാൻ തയ്യാറായിരിക്കുന്നു. അതായത് 3 തലങ്ങളിലും പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കി ഇന്ത്യ പറയിപ്പിക്കുകയാണ്. ചെയ്തത് തെറ്റാണ്.